ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് അണ്ണൻ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ മത്തി മീനാട്ടോ മേടിച്ചോണ്ട് വന്നത്. അപ്പോൾ വേഗം മീനെല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചേച്ച് കുളിച്ചേച്ച് വന്നങ്ങ് അടുക്കളയിൽ കയറി കേട്ടോ. അപ്പോൾ ഇന്ന് തേങ്ങ അരച്ച് കറിയാക്കാമെന്ന് വിചാരിച്ചേ. ഇവിടെ മുളക് കറിയൊന്നും അങ്ങനെ എപ്പോഴും ഒന്നും വെക്കാറില്ല കേട്ടോ. വല്ലപ്പോഴും കൂടെയൊക്കെ മുളക് കറി വെക്കാറുള്ളൂ. മിക്കപ്പോഴും ദിവസങ്ങളിലും തേങ്ങ അരച്ച് തന്നെയാട്ടോ കറി വെക്കുന്നത്. അപ്പോൾ വറുക്കാനുള്ള മീനെല്ലാം വരഞ്ഞ് വൃത്തിയാക്കി മുളകും മസാലയെല്ലാം ചേർത്ത് പിടിപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ രാത്രിയാണ് മിക്കപ്പോഴും ഞങ്ങൾ കറി വെക്കാറ്. രാത്രി വെക്കുന്ന കറി തന്നെയാണ് പിറ്റേന്നത്തേക്കും ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. പിന്നെ രാവിലത്തേക്ക് വല്ല തോരനോ മോരോ എന്തെങ്കിലുമൊക്കെ ആക്കത്തേ ഉള്ളേ. അപ്പം മീനെല്ലാം മസാല പിടിപ്പിച്ച് വെച്ചേച്ച് അവിടെ എല്ലാം അങ്ങ് വൃത്തിയാക്കി ഇട്ട് കേട്ടോ. തേങ്ങ അരച്ച് കറിയും ഞാൻ ചട്ടിക്കകത്തോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പം മോൾക്ക് എന്നും ദോശ വേണ്ടുന്ന കാരണം തന്നെ മിക്കപ്പോഴും ദിവസങ്ങളിലും ഇവിടെ അരിയും ഉഴുന്നും നനയാൻ ഇട്ടിരിക്കും കേട്ടോ. അപ്പം അതെല്ലാം ഈ കറി വെച്ച് അടുപ്പത്തോട്ട് ആക്കിയ നേരം കൊണ്ട് തന്നെ അരച്ചങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം തേങ്ങയും ഇത് ഉഴുന്നും എല്ലാം അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. രാത്രത്തേക്ക് ഇനി ചൂടായിട്ടാണ് കേട്ടോ. റേഷൻ അരി ആയതുകൊണ്ട് 2 നേരം ഇവിടെ ചോറ് വെക്കും കേട്ടോ. അപ്പോൾ ചോറും കൂടെ ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കേട്ടോ ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോഴത്തേനും മീൻ വെന്തപ്പോൾ അത് മറിച്ചിടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡ് അരി അരയ്ക്കുന്നുണ്ട്. അപ്പോൾ അരി അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ ഇച്ചിരി ചോറും കൂടെ ഇട്ട് അരയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചേച്ച് അവിടെ എല്ലാം വൃത്തിയാക്കി. അപ്പോഴത്തേനും അക്ഷയപാത്രം നിറയുന്നത് പോലെ സിങ്കിൽ പാത്രങ്ങളും ആയിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ പെട്ടെന്ന് കടുവറുത്തൊഴിച്ചേച്ച് പാത്രങ്ങളും കൂടെ കൈയോടെ അങ്ങ് കഴുകി മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ രാത്രി ഉണ്ണുന്ന പാത്രങ്ങൾ മാത്രമല്ലേ കാണത്തുള്ളൂ. ചോറും മീൻകറിയും എല്ലാം ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. പാത്രമെല്ലാം കഴുകി വെച്ച് ജോലിയെല്ലാം ഞാൻ അപ്പോഴത്തേനും ഒതുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.